ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെന്നൈയിലെ സൈതാർപേട്ടിനടുത്തുള്ള ചിന്നമലയിലാട്ടോ. വിശുദ്ധ തോമാസ് ലീഹായുടെ നാമധേയത്തിൽ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ചെന്നൈയിലെ സൈതാർപേട്ടിനടുത്തുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു കുന്നാണ് കേട്ടോ ചിന്നമല അഥവാ ലിറ്റിൽ മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. AD 68 ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് താമസിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്ന ഒരു ഗുഹയും അതുപോലെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയും അതുപോലെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട പുരാതന അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. 1551 ഇവിടെ പോർച്ചുഗീസുകാരാണ് ആദ്യത്തെ പള്ളി നിർമ്മിക്കുന്നത്. ഇതാണ് ആദ്യം നിർമ്മിച്ച പള്ളി. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാം. ഇതിന്റെ ഇടതുവശത്തു കൂടിയാണ് ഉള്ളിലേക്ക്, അതായത് ഗുഹയ്ക്കുള്ളിലേക്ക് നമ്മൾ പോകുന്നത്. വിശുദ്ധ തോമാസ് ലീഹ താമസിച്ചിരുന്നതെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ഗുഹയ്ക്കുള്ളിലേക്കാട്ടോ നമ്മൾ ഈ പോകുന്നത്. അല്പം ഇടുങ്ങിയ ഒരു പാസേജാണ്. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിവർന്ന് നിൽക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറുന്നതിന് നന്നായിട്ട് കുനിഞ്ഞ് തന്നെ കയറണം, ഇല്ലെങ്കിൽ നമ്മുടെ പുറം വരെ ഇതിന് മുകളിൽ മുട്ടും, പാറയിലും മുട്ടും. ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ്താരമായ സ്ഥലമാണ്. ഇതുണ്ട്, നമ്മളിപ്പം ഉള്ളിൽ കയറി കഴിഞ്ഞു. ഈ ഗുഹയുടെ യഥാർത്ഥ പ്രവേശന കവാടം ഇതായിരുന്നു കേട്ടോ. പിന്നീടാണ് ഇത് പള്ളിക്കുള്ളിൽ നിന്നാക്കിയത്. വിശുദ്ധ തോമാസ് ലീഹ അന്നത്തെ കാലത്ത് തദ്ദേശീയനായ രാജാവിൻ്റെ പീഡനത്തിൽ നിന്ന് ഒളിച്ചോടി വന്ന് താമസിച്ചായിട്ടാണ് കേട്ടോ ഈ ഗുഹ കണക്കാക്കപ്പെടുന്നത്. വിശുദ്ധ തോമാസ് ലീഹ മതപ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്ന അടയാർ നദിയുടെ തീരത്തിനോട് ചേർന്നിട്ടായിട്ടോ ഈ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 25 മീറ്റർ ഉയരമുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ഗുഹയുടെ പ്രവേശന കവാടത്തിലേക്ക് പോകുന്നത് ഈ പള്ളിക്കുള്ളിലൂടെ കയറിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതായിരുന്നു പ്രവേശന കവാടത്തിലേക്കുള്ള ഭാഗം. ഇനി നമ്മൾ പോകുന്ന പഴയ പള്ളിയുടെ പിറകുവശത്തേക്കാട്ടോ. ഇവിടെയാണ് നീരൂറവ ഉണ്ടായതും അതുപോലെ സെന്റ് തോമസ് കുരിശ് നിർമ്മിച്ചതല്ല ഇവിടെയാണ്. ഇതാണ് കല്ലിൽ നിർമ്മിച്ച മാർത്തോമ കുരിശ്. ഇതാണ്, ഇതിനോട് ചേർന്ന് തന്നെയാണ് നീരൂറവയുള്ളത്. ഇവിടെ തന്നെയാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് കല്ലിൻ്റെ അദ്ദേഹം ആഞ്ഞടിച്ചത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഉറവയുണ്ടാവുകയും തൊട്ട് താഴെയുള്ള ഓലി പോലെയുള്ള സ്ഥലത്ത്, അതായത് ഇവിടെ വെള്ളം വന്ന് സംഭരിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ ഇതാണ് അദ്ദേഹത്തിൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം. വിശുദ്ധ തോമാസ് ലീഹ രക്തസാക്ഷിത്വം വഹിച്ചിട്ട് 19 നൂറ്റാണ്ട് കഴിഞ്ഞതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇവിടെ ഒരു പുതിയ പള്ളി കൂടി നിർമ്മിക്കുകയുണ്ടായി. ലിറ്റിൽ മൗണ്ട് പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൃത്താകൃതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പള്ളിക്കുള്ളിലാണ് നിൽക്കുന്നത്. ഇത് 1971 ഇത് നിർമ്മിച്ചത് എങ്കിലും ഇപ്പോഴും ഇതിനോടൊപ്പം തന്നെ പുതുക്കി ഓരോ പ്ലാനുകൾ മാറ്റി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ സമൂഹങ്ങളുള്ള ഒരു കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.